ശ്രീമതി രഞ്ജിമാർ നോക്കൂ, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കുറിച്ചൊക്കെ തന്നെയും ഈ സത്യഭാമ പറയുന്നുണ്ട്. സ്വാഭാവിക അവരുടെ യൂട്യൂബ് ഇന്റർവ്യൂവും ഇന്ന് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും ഒക്കെ രഞ്ജിമാർ മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. അതെ അതെ. എന്താണ് രഞ്ജിമാർക്ക് തോന്നിയത്? ആദ്യമേ തന്നെ രാമകൃഷ്ണനോട് ഒരു സോറി പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. കാരണം ഇത്രയും പ്രഗത്ഭനായ ഒരു കലാകാരൻ, അദ്ദേഹത്തിന്റെ കലയെ ആസ്വദിക്കുക എന്നുള്ളതാണ് ഒരു കലാകാരി അല്ലെങ്കിൽ ഒരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. സ്വാഭാവികം. പകരം അദ്ദേഹത്തിന്റെ ജാതിയെയും നിറത്തിന് അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ഇന്നെനിക്ക് രണ്ടിലൊന്നറിയണം. കൃഷ്ണൻ മാനസികമായിട്ട് അനുഭവിച്ചു വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, സത്യഭാമ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയിൽ നിന്ന് രാമകൃഷ്ണൻ അനുഭവിച്ചു വരുന്ന ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഞങ്ങൾ എല്ലാവരും അറിയുന്നതാണ്, ഞങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ്. ഈ തള്ള എന്താണ് പറയുന്നത്? ഇപ്പോ ഇവരുടെ ഈ സത്യഭാമയുടെ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിന് ശേഷം നിരവധി ആളുകൾ മുന്നോട്ട് വന്ന് ഇവരുടെ ഒരു വർത്തമാന രീതിയെ കുറിച്ചൊക്കെ പറയുകയാണ്. നോക്കൂ, അവരോട് രാവിലെ, മാഡം ഒന്ന് കേൾക്കൂ, അവരുടെ രാവിലെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു. ആ ചോദ്യങ്ങളിൽ മുഴുവൻ നിങ്ങൾ കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറില്ലേ എന്നുള്ളതാണ്. കറുത്ത കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, അവരുടെ പൈസ മേടിച്ച് പോക്കറ്റിലിടാറുണ്ട്. എന്നിട്ട് ഞാൻ അവരോട് മത്സര ഇനത്തിലേക്ക് പോകരുത് പറയണം. നോക്കൂ, നമ്മുടെയൊക്കെ കുട്ടികൾ ഇവരുടെ അടുത്ത് പഠിക്കാൻ പോകുമ്പോൾ അവർക്ക് കറുപ്പാണ് എങ്കിൽ അവരോട് നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചോ, വേണമെങ്കിൽ ക്ഷേത്രത്തിലോ പള്ളിയിലോ പോയി മാത്രം നിങ്ങളുടെ ഡാൻസ് അവതരിപ്പിച്ചാൽ മതി, നിങ്ങൾ മത്സര ഇനത്തിൽ പോകരുത്, നിങ്ങൾ കറുത്തവരാണ്, നിങ്ങൾ സൗന്ദര്യമില്ലാത്തവരാണെന്ന് അവരേതാ ഈ 66-ാമത്തെ വയസ്സിൽ പറയുകയാണ്. അതെ, അത് ഇന്നും ഇന്നലെയല്ല. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒട്ടുമിക്ക മാതാപിതാക്കളുടെയും വായിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എത്ര കുട്ടികളുടെ അവസരങ്ങളാണ് ഇവർ നിഷേധിച്ചിട്ടുള്ളതെന്ന് അറിയാമോ? കാരണം ഒരുപാട് കുട്ടികൾ നമ്മളടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, സത്യഭാമ ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് അനുഭവം. നമ്മളെ പബ്ലിക്കായിട്ട്, അതായത് മറ്റുള്ള കുട്ടികളുടെ ഇടയിൽ, നിറം കൂടിയ കുട്ടികളുടെ ഇടയിൽ നിന്ന് നമ്മളെ പരിഹസിക്കുന്ന തരത്തിലാണ് ആ സ്ത്രീ സംസാരിക്കുന്നത്. എന്തിനേറെ പറയുന്നു, പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് ഉടുവസ്ത്രം പൊക്കി കാണിക്കുന്ന അത്തരം എന്താ പറയാ, താഴേക്കിടയിൽ വന്ന് പ്രവർത്തിക്കാനും സംസാരിക്കാനും ഒരു കഴിവുള്ള ഒരു സ്ത്രീയാണ് അവര്. മറ്റേ ഐഡിയ ആയി പോയി, അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.